ചേട്ടാ അതുപോലെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ലക്ഷ്മിയോട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കാനായിട്ട്. അപ്പൊ അവർ വലിയ ചോദ്യമായിട്ട് ഉയർന്നു വരുവാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത്. അപ്പം അതിനെപ്പറ്റി എന്താ പറയുള്ളത്? പിന്നെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഒരാളൊരു അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അതിനെ എന്താ പറയുന്ന ഒരു ആൾക്കൂട്ട ആക്രമണം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നി ലക്ഷ്മിക്ക്. കാരണം അതിനകത്ത് വിവിധങ്ങളായ വ്യക്തിത്വങ്ങളുണ്ട്. ഓരോ വ്യക്തികളും അവരവരുടെ അഭിപ്രായമല്ലേ പറയുള്ളൂ. അപ്പൊ ഒരാൾ പറയുന്ന അഭിപ്രായം മാത്രം ഭയങ്കര മോശം ആവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പ്രഷർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ഷ്മിയുടെ അഭിപ്രായം അതാണ് എന്നുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ലക്ഷ്മി ഞാനിവിടെ സംസാരിച്ചു. ലക്ഷ്മി ഞാൻ ചോദിച്ചു എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് റിഗ്രറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് അത് വളരെ ശക്തമായ നിലപാടായിരുന്നു. ലക്ഷ്മിയൊക്കെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് ഇപ്പോൾ ഒരു വലിയ സംഘം ചേർന്നിട്ട് അത് തെറ്റാണെന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് അത് ബോധമുണ്ടെങ്കിൽ മാത്രം ലക്ഷ്മി തിരുത്തിയാൽ മതി. അല്ലാതെ ആൾക്കൂട്ടം ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യത്തിൽ. അത് എല്ലാവരോടും ഈ സംഘടിത ആക്രമണങ്ങളിൽ നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡ് കറക്റ്റാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകേണ്ട കാര്യമില്ല.